ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് അല്പസമയം ദൈവിക ചിന്തയ്ക്കായി കടന്നു പോകാം. ഇന്ന് ചിന്തിക്കേണ്ടതായ വിഷയം രക്ഷകനെ സംബന്ധിച്ച് മനോഹാരിതയോടുകൂടെ സംസാരിക്കുക. ഇന്നത്തെ ആപ്തവാക്യം എന്ന് പറയുന്നത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 29-ാം വാക്യമാണ്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. നമ്മൾ ഓരോരുത്തർ ക്രിസ്ത്യാനികളായ നാം, ദൈവത്തെ അറിഞ്ഞവരായ നാം, നമ്മൾ എത്ര സമയം സംസാരിച്ചാലാണ് നമ്മൾ ദൈവത്തെ അനുഗമിക്കുന്നവരാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണ് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്? നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ന് പലപ്പോഴും ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കപ്പെടുന്ന നമ്മൾ ഓരോരുത്തരും മണിക്കൂറുകൾ സംസാരിച്ചാലും അത് കേൾക്കുന്ന വ്യക്തിക്ക് നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലാകുകയില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ സംസാരത്തിൽ ഒരിക്കൽ പോലും ആ ക്രിസ്തുവിൻ്റെ സ്വഭാവം വരുന്നില്ല അല്ലെങ്കിൽ അത് കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും നമ്മൾ പല പ്രാർത്ഥനക്കാരെയും പ്രസംഗരെയൊക്കെ കാണാനായിട്ട് സാധിക്കും. പക്ഷേ പിന്നീട് പല വ്യക്തികളും പറയുന്നത് അവർ നല്ല പ്രാർത്ഥനയാണ് എങ്കിലും ചില സമയങ്ങളിൽ അവർ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ, ബാക്കി ഞാൻ പൂരിപ്പിക്കുന്നില്ല, അതേപോലെയുള്ളതായ സംസാരങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുമ്പോൾ എപ്രകാരമാണ് അവർ ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യതയുള്ളവർ? സർവശക്തനായ ദൈവം നമ്മളെ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? തിരുവചനം പറയുന്നു, വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തവരെന്നാണ്. വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ നമ്മൾ ഏതൊരു സംസാരത്തിലും നമ്മുടെ പ്രസംഗത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിലോ എല്ലാം ആ വിളിച്ചവൻ്റെ സൽഗുണങ്ങൾ ഘോഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം. ഇല്ല എങ്കിൽ നമ്മൾ ഒരിക്കലും ക്രിസ്ത്യാനി എന്ന് ആ വിളിക്ക് അർഹരല്ല. നമ്മുടെ ഓരോ സംസാരവും നമ്മുടെ പ്രവൃത്തിയും ക്രിസ്തുവിനെ മാതൃകയാക്കിക്കൊണ്ടതായിരിക്കും. കാരണം നമ്മളുടെ മുന്നിൽ നിൽക്കുന്നത്, നമ്മൾക്കെല്ലാ വഴികളും കാണിച്ചു തരുന്നത് സർവശക്തനായ ദൈവമാണ്. യേശു ക്രിസ്തുവിലൂടെ നമ്മൾക്കെല്ലാം വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. നമ്മൾ യേശു ക്രിസ്തുവിനെ പിന്തുടരുവാനായിട്ട് നമ്മൾ തീരുമാനിച്ച് വന്നവരാണ്. നമ്മൾ ഒരിക്കലും പഴയ ലോകത്തിലേക്ക് നമ്മൾ കടന്നു പോകരുത്. നമ്മുടെ ഓരോ സംസാരത്തിലും ഓരോ വാക്കിലും ആ ക്രിസ്തുവിൻ്റെ മാതൃക അല്ലെങ്കിൽ ആ ക്രിസ്തുവിൻ്റെ സ്വഭാവം നിഴലിക്കേണ്ടതാകുന്നു. ഇല്ല എങ്കിൽ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് അവൻ ക്രിസ്ത്യാനിയല്ല, വേറെ എന്തോ ആണ് എന്നായിരിക്കും. നമ്മളത് കേൾക്കുവാനായിട്ടോ അല്ലെങ്കിൽ അതിന് വിളി കേൾക്കുവാനായിട്ടോ അല്ല ദൈവം നമ്മളെ വേർതിരിച്ച് ഇരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മളെ വിളിച്ച വിളിക്ക് അനുയോജ്യരായിട്ട് വേണം ജീവിക്കുവാനായിട്ട്. നമ്മുടെ ജീവിത പല സാഹചര്യങ്ങളും പല വ്യക്തികളെയും മറ്റു പല സംസാരങ്ങളിലേക്ക് നയിക്കുവാൻ ഇടയാക്കും. എങ്കിലും ആ സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ സംസാരങ്ങൾ. നമ്മുടെ ശത്രുക്കൾ പോലും നമ്മളോട് പറയുന്നത് അവൻ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവൾ സംസാരിക്കുമ്പോൾ ദൈവികത്വം തുളുമ്പുന്നു എന്ന് പറയുവാനായിട്ട് ഇടയാക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ നല്ല ഒരു സാക്ഷിയായി തീരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളെ വിളിച്ചതും അതിനു വേണ്ടിയിട്ടാണ്, ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. അതെപ്രകാരമായിരിക്കണം നമ്മൾ മറ്റുള്ളവരോട് പറയുന്നത്. നമ്മുടെ സംസാരത്തിലൂടെ താഴ്മയുടേതായ ഒരു അനുഭവം നമുക്കുണ്ടാകുന്നുവെങ്കിൽ, എളിമയുടെ ലാളിത്യത്തിൻ്റെ ഒക്കെ അനുഭവം നമ്മളുടെ സംസാരത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും നമ്മളറിയാതെ തന്നെ നമ്മളെ വിളിച്ചവൻ്റെ ആ സൽഗുണങ്ങൾ ഘോഷിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ തീരുമാനമെടുക്കേണ്ടതും അതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇനിയുള്ള കാലത്ത് നമ്മുടെ ഓരോ സംസാരത്തിലും ആ ദൈവികത്വം തുളുമ്പുന്നതും ദൈവികത്തിൻ്റെ നന്മ മറ്റുള്ളവരെ ഘോഷിക്കുവാനും ഇടയാക്കുന്നതും ആയിരിക്കുമെന്നുള്ളൊരു തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത്. എന്തു തന്നെ പ്രകോപനമുണ്ടായിരുന്നാലും യാതൊരു വിധത്തിലും ദേഷ്യപ്പെടാതെ സൗമ്യതയോടുകൂടെ നമ്മൾ സംസാരിക്കുക. ദൈവം ക്ഷമിക്കാൻ പഠിപ്പിച്ച ആ തത്വം അല്ലെങ്കിൽ ദൈവം പഠിപ്പിച്ച പാഠം നമ്മൾ ഒരിക്കലും മറന്നു കളയരുത്. എന്തു തന്നെ പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട്
സൗമ്യതയോടെ സംസാരിക്കുക. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്നവർക്ക് എന്തുണ്ടാകണമെന്നാണ് തിരുവചനം പറയുന്നത്? കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കണം. അപ്രകാരമായിരിക്കണം നമ്മുടെ സംസാരം. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ തീരുമാനമെടുക്കുക, നമ്മളുടെ സംസാരം മറ്റൊരാൾക്ക് കൃപ ലഭിക്കുവാൻ ഇടയാക്കും. അങ്ങനെയുള്ള രീതിയിൽ മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. ദൈവം നമ്മെ അനുഗ്രഹിക്കും. അതിനായിട്ട് സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ നമ്മൾ ലേവലിലും നിറയുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം. സകല ചരാചരങ്ങളുടെ സൃഷ്ടികർത്താവും പരിപാലകനുമായി സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, തിരുനാമത്തിന് സ്തോത്രം. ഈ മനോഹരമായ പ്രഭാതത്തിൽ അല്പസമയം അടിയങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ സാധിച്ചതിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ, കഴിഞ്ഞകാല ജീവിതങ്ങളുടെ അടിയങ്ങളുടെ ജീവിതത്തിലെ പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും കർത്താവെ, ഇന്ന് മുതൽ അടിയങ്ങൾ പുതിയൊരു തീരുമാനമായി കടന്നു പോകുന്നു. എന്ത് തന്നെ പ്രകോപനപരമായ കാര്യങ്ങളുണ്ടായാലും ഏത് അവസരങ്ങളിലായാലും അടിയങ്ങളുടെ സംസാരം എപ്പോഴും കർത്താവെ അത് മറ്റുള്ളവർക്ക് അങ്ങയുടെ കൃപ ലഭിക്കുന്നതിന് വേണ്ടി ഉള്ളതായി തീരും എന്നുള്ളതായ ആ തീരുമാനത്തോടു കൂടി കടന്നു പോകാനായിട്ട് അടിയങ്ങളെ അവിടുന്ന് ഒരുക്കുമാറാക്കണമെന്ന് യാചിക്കുന്നു. അതിനു വേണ്ടുന്ന കൃപകളെ അവിടുന്ന് നൽകുമാറാകണമെന്ന് യാചിക്കുന്നു. കർത്താവെ, അടിയങ്ങൾ സംസാരിക്കുമ്പോൾ അത് എപ്പോഴും അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി തീരുവാൻ നോക്കണം ഇടയാക്കുമാറാകണമെന്ന് യാചിക്കുന്നു. കർത്താവെ, ഇത് കേൾക്കുന്ന ഓരോ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് യാചിക്കുന്നു. എല്ലാവരിലും കർത്താവെ ക്രിസ്തുവിൻ്റെ സ്വഭാവം ഉണ്ടാകുവാൻ ഇടയാക്കുമാറാകണമെന്ന് യാചിക്കുന്നു. അങ്ങനെ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട മക്കളായി, അങ്ങയുടെ സാക്ഷ്യമുള്ള മക്കളായി, തങ്ങളെ വിളിക്ക് അനുയോജ്യപരമായി തീരുവാൻ തക്കണം ഇടയാക്കുമാറാകണമെന്ന് യാചിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. സകലതും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയുടെ അപേക്ഷിക്കുമ്പോൾ കൃപയുടെ കെടുത്തരമല്ല മാറാകണമേ.